29,000 രൂപ നമ്മളെ ചന്തയിൽ നിന്ന് ഒരു ടീം ഈ പോത്തുംകുട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൊടുത്തില്ല. അതിൻ്റെ മേലെ കിട്ടണമെന്ന് പറഞ്ഞ് പാർട്ടിക്കാർ പിടിച്ചു നിന്നു. ഏറ്റവും ഭംഗിയുള്ളൊരു പോത്തുംകുട്ടി ഒരു പക്ഷേ ഇതായിരിക്കും. ചന്തയിൽ നല്ല വൃത്തിയുള്ള വളർത്താൻ പറ്റിയൊരു പോത്തുംകുട്ടി. നമ്മളെ ചന്തയിൽ നിന്ന് വിറ്റ വേറൊരു പോത്തുംകുട്ടി. ഇതിന് ഏകദേശം എത്ര റേറ്റ് കൊടുക്കേണ്ടി വരും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ചന്തയായ മഞ്ചേരി ചന്തയിലാണ്. മഞ്ചേരി പയ്യനാട് ചോലക്കൽ ചന്ത എന്നാണ് പറയാറുള്ളത്. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത്. രാവിലെ ഒരു 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കച്ചവടം ഇവിടെ ഉഷാറായിട്ട് നടക്കാറുണ്ട്. ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞത് കാരണം കാലുകൾ വളരെ കുറവാണ്. പെരുന്നാളിൻ്റെ റേറ്റിൽ നിന്ന് കുറച്ച് കുറവുണ്ട് വിലകളൊക്കെ. പക്ഷെ വാങ്ങിക്കാൻ ആളുകൾ കുറവാണ്, കാലുകളും കുറവാണ്. മെയിനായിട്ട് ഉദയത്തിന് പറ്റിയ കുറച്ച് കാളകളുണ്ട്. നല്ല വൃത്തിയുള്ള ഒരുപാട് കാളകൾ കണ്ടില്ല നിങ്ങൾ. മുടി കളിച്ചലിനും ഉദയത്തിനൊക്കെ പറ്റിയ നല്ല കാളകളാണ് ഇതൊക്കെ. ഒരു 1.25 മുതൽ 2.40 വരെ തൂങ്ങുന്ന കാളകളാണ് അധികവും. 10-ാം നമ്പർ അൽബിയാക്ക കാവനൂർ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ കാലികളാണ് ഇതൊക്കെ. മുമ്പരത്ത് പോത്തുകളും പോത്തുംകുട്ടികളൊക്കെ വേറെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ വാങ്ങിക്കാനും വില പറയാനൊന്നും ആളുകൾ വളരെ കുറവാണ്. ഓരോ സീസൺ അനുസരിച്ചാണ് കാളകളൊക്കെ വിറ്റ് പോകാറുള്ളത്. നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള കാളകളാണ് ഇതൊക്കെ. ചെറിയ ഇടത്തരം സൈസ് കാളക്കുട്ടികൾ, നമ്മൾ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊണ്ടാൻ പറ്റിയ കാളക്കുട്ടികൾ. ഏകദേശം ഒരു 330-340 റേഞ്ചിലൊക്കെ നമ്മൾ കാളകൾക്ക് ഇപ്പോൾ വില കാണേണ്ടി വരും. കുറച്ച് ഭംഗിയുള്ള കുറച്ച് വേറെ കാളക്കുട്ടികൾ, ഇതൊക്കെ ഒരു 60-65 മുതൽ 140 കിലോ തൂക്കം വരുന്ന കാളക്കുട്ടികളാണ് ഇതൊക്കെ. ചെറുതുമുണ്ട് വലുതുമുണ്ട്. ചെറിയ കല്യാണ പരിപാടിക്ക് അതുപോലെ ചെറിയ മുടിയളിച്ചലിന് കാര്യങ്ങൾക്ക് പറ്റിയ കാളക്കുട്ടികൾ. കണ്ടില്ലേ, വിൽക്കാൻ പറ്റിയ നല്ലൊരു കാള, അടിപൊളി കാളയാണ്. കണ്ടില്ലേ, ഏകദേശം 2 ഇഞ്ചിൻ്റെ അടുത്ത് മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നുള്ളത് നമ്മളെ ചന്തയിലുള്ളത് കുറച്ച് എരുമക്കുട്ടികളാണ്. എരുമക്കുട്ടികൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട്. പക്ഷേ വിലയാണ് എരുമക്കുട്ടികൾക്ക്. വാങ്ങിക്കാൻ ആളുകൾ കുറവാണ്. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ബീഫിനൊന്നും ആൾക്കാരില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് എരുമക്കുട്ടികൾക്ക് വില കുറഞ്ഞിട്ടില്ല. പക്ഷേ കാലുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരുന്നതൊക്കെ. ഇതൊക്കെ 50,000 രൂപൻ്റെ മേലെ കൊടുക്കേണ്ടി വരുന്നവർ വില ചോദിച്ചത് പറഞ്ഞത്. അവർ ചോദിക്കുന്ന വില ഒരു 140-150 കിലോ ഏകദേശമൊക്കെ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ലാസ്റ്റ് 2 എരുമക്കുട്ടികൾ 45,000 രൂപക്ക് മേനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. 45,000 രൂപ. 120-125 കിലോ ഓരോ എരുമക്കുട്ടികളുണ്ടാവും. അതൊക്കെ 45,000 വില ചോദിക്കുന്നത്. അപ്പോൾ ബീഫിന് ആളുകളില്ലാത്തത് കാരണം ആരും വാങ്ങിപ്പോകുന്നില്ല എരുമക്കുട്ടികൾ. നല്ല ഭംഗിയുള്ള എരുമക്കുട്ടികളാണ്. മീറ്റ് പർപ്പസിനൊക്കെ പറ്റിയ നല്ല എരുമക്കുട്ടികൾ. ഈ കാണുന്നതൊക്കെ എരുമകളാണ്. ഇവിടെയൊക്കെ സാധാരണ നമ്മൾ പെരുന്നാളിന് മുമ്പ് ചന്തയൊക്കെ നിറഞ്ഞു നിൽക്കാറുണ്ട്. അപ്പോൾ കാലുകളൊക്കെ വളരെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ സൈഡ് കാണുന്നതൊക്കെ എരുമക്കുട്ടികളാണ്. എരുമകളുണ്ട് അതുപോലെ. ഇതൊക്കെ മീറ്റ് പർപ്പസിന് പോകുന്ന എരുമകളും എരുമക്കുട്ടികളാണ്. നമ്മളെ ചന്തയുടെ ഒരു ബാക്ക് ഭാഗമാണിത്. ഇവിടെയൊക്കെ നിറഞ്ഞ് തുളുമ്പാറുണ്ട് സാധാരണ നമ്മളെ ചന്തയൊക്കെ ലെവലായാൽ. ഇതിപ്പോൾ മഴയും ചളിയും കാരണം കാലുകളും എത്തുന്നില്ല, ആൾക്കാരും എത്തുന്നില്ല. അതുപോലെ പെരുന്നാളായതുകൊണ്ട്, പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കച്ചവടം തീരെ കുറവാണ്. നല്ല വൃത്തിയുള്ള ഒരുപാട് എരുമകളും പോത്തുംകുട്ടികളും. ഇതൊക്കെ അധികം ആന്ധ്ര പോത്തുംകുട്ടികളും കർണാടക പോത്തുകുട്ടികളാണ് ഇവിടെ ഉള്ളത്. ചന്തയിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ടാസ്ക്കാണ്. ചില ഭാഗത്തൊക്കെ നല്ല ഞെരിയാണ് അടുപ്പിച്ച് നമുക്ക് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങാൻ കഴിയൂല. ഈ സൈഡിൽ കാണുന്ന കുറച്ച് പശുക്കുട്ടികളാണ്. മീറ്റ് പർപ്പസിന് പറ്റുന്ന കുറച്ച് പശുക്കുട്ടികൾ. കല്യാണത്തിന് കാര്യങ്ങൾക്ക് മീറ്റ് പർപ്പസിന് കൊണ്ടുവന്ന പശുക്കുട്ടികൾ. നമ്മളെ ചന്തയിലെ കുറച്ച് പോത്തുംകുട്ടികളാണ് ഇനി കാണുന്നത്. പോത്തുംകുട്ടികളൊക്കെ വില പറയാൻ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ റേറ്റ് കൂടുതലാണ്. അവർ കൊണ്ടുവന്നത് നല്ല റേറ്റാണെന്നാണ് പറയുന്നത്. നമ്മൾ നിലവാരം ഇനി നോക്കി നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല. പോത്തുംകുട്ടികൾ നിലവാരത്തിന് കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുമോ? ഒന്നാമത് സീസൺ ആയില്ലേ. ഇപ്പോൾ പുല്ല് കാര്യങ്ങളൊക്കെ ഏകദേശം നാട്ടിലൊക്കെ ആയത് കാരണം പോത്തുംകുട്ടികൾക്ക് വില കൂടി വരികയാണ്. ചില ടീമൊക്കെ വന്ന് വില പറഞ്ഞു പോകുന്നുണ്ട്.
ഈ 2 പോത്തും കുട്ടികൾ 40,000 മേലെയാണ് ചോദിക്കുന്നത്, 40,000 മുകളിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താ വെച്ചാൽ വില എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഏകദേശം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കാര്യങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഓരോ ടീം ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് പോത്തുംകുട്ടികൾ. ക്യാഷ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പോത്തുംകുട്ടികളെ വാങ്ങി വളർത്തേക്ക് നന്നാവുക. എന്നാൽ പെട്ടെന്ന് നമുക്ക് 2-3 മാസം കൊണ്ട് ഒന്ന് നോക്കി വലുതാക്കി വിൽക്കാൻ കഴിയും. പറ്റ ചെറുത് വാങ്ങുകയാണ് നല്ലത്. അതൊക്കെ ഒരു ഇടത്തരം സൈസ് പോത്തുംകുട്ടികളാണ്. ചെറുതും വലുതുമായ ഒരുപാട് പോത്തുംകുട്ടികളുണ്ട് ഇന്നത്തെ ചന്തയിൽ. ഒരു മീഡിയം സൈസ് വില കൊടുക്കേണ്ടി വരും. കുറേ ടീമുകളൊക്കെ ഉണ്ട് വില പറഞ്ഞ് പോകുന്നുണ്ട്, ചിലത് വാങ്ങി പോകുന്നുണ്ട്. ഈ പോത്തുംകുട്ടികൾ കണ്ടില്ലേ, ഇതൊക്കെ 20,000 രൂപക്ക് മുകളിലാണ് ചോദിക്കുന്നത്. ഒരു കാലത്ത് 12-13 രൂപക്ക് കിട്ടിയിരുന്ന പോത്തുംകുട്ടികളാണ് ഇതൊക്കെ. അതൊക്കെ 20,000 മുകളിലാണ് ചോദിക്കുന്നത്. 17-18 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. ചെറിയ കൊമ്പും തലയുള്ള വാലും കാര്യങ്ങളും നീട്ടുള്ള കാലകരമുള്ള നല്ല പോത്തുംകുട്ടികൾ. നമ്മൾ നേരത്തെ കണ്ട 29,000 രൂപക്ക് ഒരു ടീം വില പറഞ്ഞു പോയ പോത്തുംകുട്ടിയാണ്. അവർ കൊടുത്തില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് പോത്തുംകുട്ടികളെ വില എത്രത്തോളം ഉണ്ടെന്ന്. മെയിനായിട്ട് ഈ 2 കച്ചവടക്കാരാണ് പോത്തുംകുട്ടികളെ ഈ സൈഡിലുള്ളത്. അപ്പുറത്തെ സൈഡിൽ വേറെ ഒരു കാക്കാൻ്റെ പോത്തുംകുട്ടികളുണ്ട് കുറച്ച്. അതാണ് കുറച്ച് ഭംഗിയുള്ള കൂട്ടത്തേക്ക് ഏറ്റവും നല്ലൊരു പോത്തുംകുട്ടി. അവർ വാങ്ങിച്ചു കൊടുക്കുന്നത് തന്നെ ഉയർന്ന വിലക്കാണ്. അപ്പോൾ ഉയർന്ന വിലക്ക് വിൽക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നത്, വാങ്ങിച്ചു കൊടുക്കുന്ന ടീം. അതും പോരാഞ്ഞിട്ട് ചന്തയിലൊക്കെ നിറച്ച് ചെളിയാണ്. അപ്പോൾ ആളുകളൊക്കെ ഇറങ്ങാൻ കുറച്ച് മടി കാട്ടി നിൽക്കുകയാണ്. ഇത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞ പോത്തുംകുട്ടികളാണ്. നമുക്ക് ഒരു 25,000 മുതൽ 40,000 റേഞ്ചിൽ ഏകദേശമൊക്കെ ഇത് റേറ്റ് വരും. ഓരോ മീറ്റിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഏകദേശം നമ്മൾ റേറ്റ് പറയുക. ചെറുതു വലുതുമായ ഒരുപാട് പോത്തുംകുട്ടികൾ. ഇതിൽ നാടൻ പശുക്കളൊക്കെ വളരെ കുറവാണ്. ഈ ഏരിയയിൽ കുറഞ്ഞൊരു പശുക്കൾ മാത്രമേ ഉള്ളൂ. പശുക്കളും പശുക്കുട്ടികളൊക്കെ ഓരോരുത്തർ വില പറയുന്നുണ്ട്. മെയിനായിട്ട് മീറ്റ് പർപ്പസിന് പോകുന്ന പശുക്കുട്ടികളും പശുക്കളൊക്കെയാണ്. നാടൻകന്നുകളൊക്കെ ചിലതൊക്കെ ഒരു പാർട്ടിക്കാർ കൊടുന്ന് വിൽക്കുന്നുണ്ട്, പശുക്കളും പശുക്കുട്ടികളൊക്കെ. നമ്മൾ ആദ്യത്തെ ചന്ത പോലെ അത്ര ലെവലിലേക്ക് എത്തിയിട്ടില്ല. പാൽ പശുക്കളൊക്കെ വളരെ കുറവാണ്. ചെറുമട്ടത്തിലുള്ള ചെറിയ കച്ചവട കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ ചന്തയിൽ. ഓരോരുത്തരൊന്ന് വില പറയാണ് പശുക്കളെ കൊണ്ടുവരുമ്പോൾ തന്നെ. ഈ 4 ലിറ്റർ 5 ലിറ്ററൊക്കെ പാൽ കിട്ടുന്ന ചെറു പശുക്കളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. വീട്ടാവശ്യത്തിന് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ ആയതോടുകൂടി വില പേശലാണ് അവിടെ. കണ്ടില്ലേ, ഇടത്തരം സൈസ് കാളക്കുട്ടികൾ, ചെറുതു വലുതുമായ ഒരുപാട് കാളക്കുട്ടികൾ ചന്തയിലെത്തിയിട്ടുണ്ട്. പക്ഷേ വാങ്ങിക്കാനൊക്കെ ആളുകൾ കുറവാണ്. അതുപോലെ പശുക്കുട്ടികളും. കണ്ടില്ല, 45,000 രൂപയാണ് ഈ കാളക്കുട്ടി ചോദിച്ചിരുന്നത്. 45,000 രൂപ. ഒരു 110-115 ഏകദേശം മീറ്റ് ഉണ്ടാകും. ഇതൊക്കെ ചോദിക്കുന്ന റേറ്റാണ്. നമ്മുടെ ചന്തയുടെ ഒരു ഹൈറ്റിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണിത്. കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. വാങ്ങിക്കാനും ആളുകൾ കുറവാണ്. 2-3 ആഴ്ചയൊക്കെ കഴിയേണ്ടി വരുമെന്നാണ് പറഞ്ഞത് പഴയ ലെവലിലേക്ക് എത്താൻ. ഇതിലിവിടെ കാണുന്ന അധികം കച്ചവടക്കാരാണ്. വാങ്ങിക്കാനും ആളുകൾ കുറവായത് കാരണം കുറഞ്ഞ ആൾക്കാർ മാത്രമേ കാലികൾ കൊടുത്തിട്ടുള്ളൂ. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ കാലികൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. പിന്നെ മഴയായ കാരണം നല്ല മഴ പെയ്താൽ നമ്മളെ താഴത്തൊക്കെ ഭയങ്കര ചെളിയായിരിക്കും. ഇറങ്ങാൻ ആളുകൾക്ക് വളരെ മടിയായിരിക്കും. പശുക്കൾ വാങ്ങിച്ചു കൊണ്ടുപോകണം ചന്തയിൽ നിന്ന്. വണ്ടി കയറ്റുള്ള പരിപാടിയാണ്. ഈ പശുക്കളൊക്കെ വാങ്ങിച്ചതാണ്. 2 പശുക്കുട്ടികൾ അവിടെ വിൽക്കാൻ വേണ്ടി അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. വേറെ പശു വാങ്ങിച്ചു കൊണ്ടുപോവാണ്. ഇതൊക്കെ രാവിലെ വന്ന് ഓരോ ടീം വാങ്ങിച്ച് കിട്ടിയതാണ്.
ഈ പശുക്കൾ വണ്ടിയിൽ നിന്ന് ഇറക്കി ഇപ്പോൾ വിൽക്കാൻ കൊണ്ടുവരികയാണ്. ഇറക്കുമ്പോൾ തന്നെ 2-3 ടീം വില പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് കൊടുക്കുന്നില്ല. ചിലത് പാൽ പശുക്കളാണ്, പാലുകളൊക്കെ കുറവ് കിട്ടുന്ന പശുക്കളാണ്. 15 ലിറ്റർ 20 ലിറ്ററൊന്നും കിട്ടുന്ന പാൽ കിട്ടുന്ന പശുക്കളൊന്നും അല്ല ചന്തയിൽ എത്തിയിട്ടില്ല. 7-8 ലിറ്റർ കിട്ടുന്ന ചെറിയ ചെറിയ പശുക്കളാണ്. പേരിന് മാത്രമേ പശുക്കൾ എത്തിയിട്ടുള്ളൂ. ഇതൊക്കെ ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോവാണ്. നേരത്തെ കണ്ടത് വണ്ടി കയറ്റാനുള്ള പരിപാടിയാണ് ഇവർ.